ഹലോ, ഇന്നൊരു കുട്ടി ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇതാ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് കത്താരയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളൊരു പാവ് ബജി എല്ലാം വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പേഴ്സ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഫാർമസിയിൽ. അത് ഡ്രൈവർ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളിതാ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടുന്ന് മോമോസും ജ്യൂസെല്ലാം വാങ്ങിയിട്ട് ഒരു സൈഡിലിരുന്ന് അതങ്ങനെ കഴിച്ചു. അങ്ങനെ ഇതാ ഡ്രൈവർ എത്തി, ഹസ്ബൻഡ് പേഴ്സെല്ലാം വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പേഴ്സെല്ലാം കിട്ടിയതിന് ശേഷം ഇതാ നമ്മൾ നേരെ മെട്രോയിൽ കയറി. കുറച്ചധികം ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കത്താരയിലേക്ക് അങ്ങനെ ഇതാ കത്താരയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊണ്ടുവന്ന് വെച്ചാണ്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നു. നമ്മൾ എക്സിബിഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ഇങ്ങനെ എന്താ പറയുക സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറബികളെ കണ്ടത്. കാരണം നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊന്നും അങ്ങനെ അറബികളില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നു ഇവിടെ എന്താ അറബികളില്ലാത്ത അറബികൾ. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇഷ്ടം പോലെ അറബികളെ കണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ എക്സിബിഷനൊക്കെ കുറേ നടന്ന് കണ്ടു. ഇവിടെ ഇവരുടെ ഓരോ ഈ ഹണ്ടിങ്ങിനൊക്കെ ഇവർ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ ആനക്കൊമ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അങ്ങനെ നടന്നു. എനിക്ക് പിന്നെ അതിനോടൊന്നും അത്ര വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല. എന്നാലും വെറുതെ ഇങ്ങനെ അവൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ കണ്ടു. പിന്നെ അതാ നമ്മൾ കത്താര പള്ളിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട്. അവിടെ ലേഡീസിന് അവർ വിസിറ്റേഴ്സിന് അവരെന്ത് ചെയ്യും, ലേഡീസ് വിസിറ്റേഴ്സിന് അവർ പർദ്ദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ടിട്ടാണ് അതിനകത്ത് കയറിയത്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടുത്തെ ബീച്ചിലെല്ലാം പോയിരുന്നു. പിന്നെ അതാ ഈ സ്ട്രോബെറിയും അതേപോലെ തന്നെ മാഷ്മെല്ലോയും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മാഷ്മെല്ലോ ആണ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റ് എല്ലാം വാങ്ങി വീട്ടിലെത്തി ബ്രോസ്റ്റ് എല്ലാം കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ